കേരളം കഴിഞ്ഞൊരു 4 പതിറ്റാണ്ടായി ഉത്തരം കിട്ടാതെ അലയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സുകുമാരക്കുറുപ്പ് എവിടെ എന്ന ചോദ്യം. ഇപ്പോൾ സുകുമാരക്കുറുപ്പ് ഒരു കാറിൽ മറ്റൊരാളെ ഇട്ട് കത്തിച്ചു കൊന്ന കേസിൽ, ഒരു ക്രിമിനൽ കേസിൽ 1-ാം പ്രതിയാണ്. പോലീസ് പലകുറി പല ഏജൻസികൾ പല സംഘങ്ങളായി തിരിഞ്ഞ് പല നിലക്കുള്ള അന്വേഷണം നടത്തിയാണ്. പക്ഷേ സുകുമാരക്കുറുപ്പ് മരിച്ചോ അതോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീർപ്പ് കൽപ്പിക്കാനായിട്ടില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് സംസ്ഥാന സർക്കാർ വീണ്ടും സുകുമാരക്കുറുപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ വീണ്ടും ഒരു കേസ് റീഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി സുകുമാരക്കുറുപ്പിന് തേടിയുള്ളൊരു അന്വേഷണം നടത്തുമ്പോൾ അതിലുണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും എന്തൊക്കെയായിരിക്കും എന്നത് കൂടി സംസാരിക്കുകയാണ്. അവസാനം ഇപ്പോൾ ഒരു 82 വയസ്സായി കാണും അദ്ദേഹത്തിന്, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. അപ്പോൾ ഒരു പുതിയ അന്വേഷണ ഏജൻസിയൊക്കെ വരുമ്പോൾ ഈ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ അയാളെ തിരിച്ചറിയാനൊക്കെ വലിയ പ്രയാസമായിരിക്കും. കാരണം അദ്ദേഹത്തെ ആ പ്രായത്തിൽ കണ്ട ആളുകളൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ കേസ് ഇനി റീഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടാസ്ക് എന്തൊക്കെയായിരിക്കും? എനിക്ക് ഈ റീഓപ്പൺ എന്നുള്ള പദം എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ദാറ്റ് കേസ് ഇസ് നോട്ട് ക്ലോസ്ഡ് ടു മൈ ഇൻഫോ. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ക്രൈംബ്രാഞ്ച് ഇങ്ങനെ പെൻഡിങ് കേസുകളൊക്കെ ഒന്നുകൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കുറച്ച് പുതിയ റെവലേഷൻസ് വരുന്നത്. ഈ പറയുന്ന നേരത്തെ വന്ന ഇത് തന്നെയാണ്. ഈ കക്ഷി എവിടെയാണ്? ബൊക്കാറോയിൽ ഇപ്പം അന്ന് ബീഹാർ, ഇന്ന് ജാർഖണ്ഡിൽ ബൊക്കാറോ സ്റ്റീൽ സിറ്റിയിൽ ഒരു ഹോസ്പിറ്റലിൽ ഹൃദയരോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സക്ക് വന്നപ്പോൾ ഞാൻ അയാളെ കണ്ടു എന്ന് അവിടെ വന്ന് വർക്ക് ചെയ്ത രത്നമ്മ എന്ന് പറയുന്ന നേഴ്സിൻ്റെ മൊഴി അത് റീസർഫേസ് ചെയ്യുന്നു. അന്ന് പോലീസിൽ ഇത് കേസ് അന്വേഷിച്ച ASI അലി അക്ബർ എന്ന് പറയുന്ന ഒരാൾ ടെലിവിഷൻ ചാനലിൽ ബൈറ്റ് കൊടുത്തു. ഞാൻ ഇയാളെ ഒരുപാട് അന്വേഷിച്ചാണ്. 2017 ഈ കക്ഷി കേരളത്തിൽ വന്നിട്ടുണ്ട്, മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ എല്ലാ ലീഡുകളും ഞാൻ കൊടുത്തതാണ്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊടുത്തതാണ്. പക്ഷേ അത് അവർ പരിഗണിച്ചില്ല, അത് അവർ പൂഴ്ത്തി വെച്ചു. മാത്രം ഒരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, രാഷ്ട്രീയ സമുദായ പോലീസ് നേതൃത്വത്തിലുള്ള ആളുകൾ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതോടുകൂടി ഒരാളുടെ ഒരു ക്രിമിനൽ ആക്ട്, ആ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ എന്നതിലും കടന്നിട്ടുള്ള ചില വേറെ ചില ആംഗിളുകൾ ഇതിന് വന്നു ചേരുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ക്രൈംബ്രാഞ്ചാണ് ആക്ച്വലി ആ കേസ് നോക്കിയിട്ടുള്ളത്. ഒന്നുമില്ല ആ ഏജൻസി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏജൻസി ആ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കാരണം ആ കേസ് അന്വേഷിച്ചൊരു പോലീസ് ഓഫീസർ, റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് പറയുന്നത്, ഇത്രയും ലീഡുകൾ കൊടുത്തിട്ടും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അതിൻ്റെ വിവരങ്ങൾ കൊടുത്തിട്ടും ഇത് പൂഴ്ത്തി വെച്ചു. അപ്പോൾ പ്രഭാട ചന്ദ്രശേഖരൻ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്, അയാളത് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കേരളത്തിലൊരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഹിസ്റ്ററിയിൽ ഏറ്റവും സ്റ്റണ്ണിങ്, ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു അധ്യായമാണ്. ഗംഭീരം എന്ന് പറയുമ്പോൾ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു അധ്യായമാണ് സുകുമാരക്കുറുപ്പ് കേസ് എന്ന് പറയുന്നത്. ചാക്കോ എന്ന് പറയുന്ന ഒരാളെയാണ് കൊല്ലുന്നത്. ആ ചാക്കോ കരുവാറ്റ, ആലപ്പുഴയിലെ കരുവാറ്റ സ്വദേശിയാണ്. അദ്ദേഹം ഫിലിം റെപ്രസെൻറ്റേറ്റീവാണ്. ബസ് കാത്ത് നിൽക്കുകയാണ് കരുവാറ്റയിൽ. അപ്പോഴാണ് ചാക്കോയും കൂട്ടാളികളും വന്ന് കാറിൽ കയറി ലിഫ്റ്റ് തരാമെന്ന് കാറിൽ കയറ്റുന്നു. സുകുമാരക്കുറുപ്പും സംഘവും വന്നിട്ട് ലിഫ്റ്റ് തരാമെന്ന് കാറിൽ കയറ്റുന്നു, മദ്യം നൽകുന്നു, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു. പിന്നീട് സുകുമാരക്കുറുപ്പിൻ്റെ തന്നെ കാറിൽ ഡ്രൈവർ സീറ്റിലിരുത്തിയിട്ട് കാറിന് തീ കൊടുക്കുന്നു. ഈ കാറും മൃതദേഹവും കത്തിക്കുകയാണ്. എന്തിനാണ് അയാൾ ചെയ്തത്? ഇയാൾ അബുദാബി വർക്ക് ചെയ്യുന്നതായിരുന്നു. 8 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് ഉണ്ട്. ഇദ്ദേഹം മരിച്ചു എന്ന് അവിടെ അബുദാബിയിലെ കമ്പനി അറിയിച്ചാൽ, ഭാര്യ അങ്ങനെ അറിയിക്കുക, സരസമ്മത അറിയിക്കുക, അങ്ങനെ അറിയിച്ചു കഴിഞ്ഞ് മരണപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ 8 ലക്ഷം രൂപയുടെ, അന്നത്തെ 8 ലക്ഷം എന്ന് ഓർക്കണം, 87 ജനുവരി മാസത്തിലാണ്. ആ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ഹീനമായിട്ടുള്ളൊരു കൊലപാതകമാണ്. അതിൽ കൂട്ടുപ്രതികളൊക്കെ പിടിച്ചു, പക്ഷേ സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ പറ്റില്ല ഇത്രയും കാലമായിട്ട്. അപ്പോൾ ഇത് കേരളത്തിൽ എൻ്റെ നിഷാദിനൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ, പത്രവായനയുടെ തുടക്കകാലത്ത് ഏറ്റവും കൂടുതൽ വായിച്ച ഈ ക്രൈം സ്റ്റോറികളൊന്നാണ് സുകുമാരക്കുറുപ്പ്. മാത്രമല്ല അതിനുശേഷം നടന്നിട്ടുള്ള ഒരുപാട് പല സ്വഭാവത്തിലുള്ള കൊലപാതകങ്ങൾ ഇന്ത്യയിലും പുറത്ത് നടന്നിട്ടുള്ള കേസുകളുണ്ട്. അതിലൊക്കെ അതിനെക്കുറിച്ചൊക്കെയുള്ള വാർത്തയിൽ ഉപയോഗിക്കുന്നൊരു വാക്കെന്താണ്? സുകുമാരക്കുറുപ്പ് മോഡൽ എന്നാണ്, കൊലപാതകം എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് ഇപ്പോൾ ചാക്കോയുടെ ബന്ധുക്കൾ പറയും ഞങ്ങളത് വിട്ടു, ഞങ്ങൾ ദൈവത്തിൻ്റെ വിധിക്ക് വിട്ടു എന്ന് ചാക്കോയുടെ ബന്ധുക്കൾ പറയുന്നുണ്ട്. അത് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ഒരു ശരിയാണ്. പക്ഷേ അതേസമയം ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ പെർസ്പെക്റ്റീവിൽ, ഒരു പ്രൊഫഷണൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ
ഈ കേസ് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു ദൗർബല്യമാണ്. നമ്മളുടെ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു പ്രൊഫഷണൽ കമ്പിറ്റൻസിയെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് അന്യഗ്രഹജീവിയല്ലല്ലോ, ചെങ്ങന്നൂരുകാരനാണല്ലോ, ജീവനുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെയുള്ള മൊഴികൾ ധാരാളമുണ്ട്, സാക്ഷ്യമൊഴികൾ ധാരാളമുണ്ട്. ഇപ്പോൾ ഒരു പോലീസുകാരൻ തന്നെ പറയുന്നു മകളുടെ കല്യാണത്തിന് വന്നിരുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ അയാൾ ഒരു പക്ഷേ വയോവൃദ്ധനായിട്ടുണ്ടാകാം, പരിക്ഷീണനായിട്ടുണ്ടാകും, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. ആൾ ഹൃദ്രോഗിയാണ്, നേരത്തെ തന്നെ ഹൃദ്രോഗിയാണ്. പക്ഷെ അപ്പോഴും ആ മനുഷ്യനെ ലൊക്കേറ്റ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നൊരു പണിയുണ്ടല്ലോ. അത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പ്രൊഫഷണൽ കമ്പറ്റൻസിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ് അവർക്ക് മുമ്പിൽ. അത് റവാഡ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ സന്നദ്ധനാവുക എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഹിസ്റ്ററിയിൽ രസകരമായിട്ടുള്ളൊരു അധ്യായമായിരിക്കും. അത് റീവിസിറ്റ് ചെയ്യുന്നു, പൊടി തട്ടിയെടുക്കുന്നു, ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. നമുക്ക് സമാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന ഈ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, ഇത്തരം ആ ഒരു ഡൊമൈനിൽ തന്നെ പുതിയ പല ലീഡുകളും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇത്തരം കേസുകൾ. ഇതിൽ ഓഫ് കോഴ്സ് നീതി മേടിച്ചു കൊടുക്കുന്ന ആ ഒരു നൈതികതയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിരിക്കെ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. നമ്മുടെ പോലീസ് ഫോഴ്സിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണല്ലോ. മറ്റേ ബ്രിട്ടീഷ് ഇതിനോടൊക്കെ എന്ത് യാർഡായിരുന്നു, സ്കോട്ട്ലൻഡ് യാർഡിനോടൊക്കെ കിടപിടിക്കുന്ന പോലീസ് ഫോഴ്സാണ് നമ്മുടെ പോലീസ് ഫോഴ്സ്. വളരെ കോമ്പിറ്റൻ്റ് ആണ്. അപ്പോൾ അവർക്ക് മുമ്പിൽ ഇതൊരു ശരിക്കൊരു ചലഞ്ചായിട്ട് നിൽക്കുന്നുണ്ട്. അതവരെടുക്കണം. ഇദ്ദേഹത്തിൻ്റെ ചാക്കോയുടെ മരണം നോക്കൂ. ചാക്കോ ഈ കേസിലേക്കുള്ള ലീഡ് വരുന്നത് എങ്ങനെയാണെന്ന് അറിയോ സൈഫു? ചാക്കോയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംഭവം? കാറ് കത്തി, ഡ്രൈവർ സീറ്റിലാണ് ആളിരിക്കുന്നത്, കാറ് കത്തി ഡ്രൈവർ അടക്കം മരിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇത് പോസ്റ്റ്മോർട്ടം എടുത്തപ്പോഴാണ് മനസ്സിലാകുന്നത് ആളുടെ മരണം എങ്ങനെയാണ്. ഇയാളുടെ ശ്വാസകോശത്തിൽ പുകയില്ല. കാരണം കാറ് കത്തി മരിക്കുകയാണെങ്കിൽ അയാൾ മരിക്കുന്നതിന് മുമ്പ് ഈ പുക ശ്വസിച്ചിരിക്കണമല്ലോ. ശ്വാസകോശത്തിൽ പുകയില്ല. അപ്പോഴാണ് ആള് എന്താണ് മരിച്ചതിന് ശേഷം കത്തിച്ചതാണ് എന്ന നിഗമനത്തിൽ. അങ്ങനെയാണ് ഈ സാധനം ഓപ്പൺ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമല്ല 2000 ലോകത്ത് എനിക്ക് തോന്നുന്നത് അതിൽ പിന്നെ ഒരുപാട് ഈ സീരീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. 2022 തബോ ബെസ്റ്റോർ കേസ് കൊണ്ടൊരു കേസുണ്ട് ഈ ദക്ഷിണാഫ്രിക്കയിൽ. ഇത് തന്നെയാണത്. അവിടെ വെച്ചാൽ ഈ തബോ ബെസ്റ്റോർ എന്ന് പറഞ്ഞാൽ അയാൾ അടിപൊളിയാണ്. അയാളൊരു ഫേസ്ബുക്ക് ക്രിമിനൽ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ റീലൊക്കെ ഇട്ടിട്ട് ഞാനൊരു ഫേസ്ബുക്കിൽ ഭയങ്കര നിങ്ങൾക്ക് ട്രാക്ഷനൊക്കെ ഉണ്ടാക്കാൻ കെൽപ്പുള്ള കക്ഷിയാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ട് ഈ മോഡലിംഗ് രംഗത്തുള്ള പെൺകുട്ടികളെ അട്രാക്ട് ചെയ്യുന്നൊരു കക്ഷിയാണ്. അങ്ങനെ അട്രാക്ട് ചെയ്യുക, അവരെ മിസ്യൂസ് ചെയ്യുക, അവരെ പണം ഇതൊക്കെ അങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് നടക്കുന്ന ആൾ ജയിലിലായപ്പം ഇങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ജയിലിൽ ചില ഉദ്യോഗസ്ഥരുമായിട്ട് ടൈപ്പായിട്ട് ആൾ പുറത്ത് നിന്നൊരു ഡെഡ് ബോഡി കൊണ്ടുവന്നു. ഇയാൾ സെല്ലിൽ കൊണ്ടുവിട്ടു, സെല്ല് കത്തിച്ചു, ആൾ രക്ഷപ്പെട്ടു. ആൾ ജയിൽ ചാടി പുറത്തേക്ക് പോയി. അപ്പോൾ സംഭവം പുറത്തേക്ക് എന്താണ് വരുന്നത്? ഇയാൾ സെല്ലിന് തീ പിടിച്ചിട്ട് ആൾ മരിച്ചു. ജയിലിൽ എന്തോ തീപിടുത്തണ്ട ഈ സെല്ലിന് ആൾ മരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈ ബോഡി ഇതിന് ഇയാൾക്ക് ചില ജയിലുദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ട്. ജയിലെന്ന് പറയുമ്പോൾ അടുത്ത ജയിലിൻ്റെ നടത്തിപ്പ് ഔട്ട്സോഴ്സ് ചെയ്താണ് ഒരു പ്രൈവറ്റ് ഏജൻസിയിലെ നമ്മുടെ വലിയ ഇവിടെയൊക്കെ ഉണ്ട്. GS4 എന്ന് പറഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി കമ്പനി, ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്, ലോകത്തെ ഏറ്റവും വലിയ സെക്യൂരിറ്റി കമ്പനിയാണ്. അവർക്കാണ് ഇതിൻ്റെ കോൺട്രാക്ട്, ഈ ജയിലിൻ്റെ കോൺട്രാക്ട് കൊടുത്തത്. അതിൽ ചില കക്ഷികളുമായിട്ട് ഇവൻ ഇതിലാക്കിയാണ്. അപ്പോൾ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ എഗൈൻ ശ്വാസകോശത്തിൽ പുകയില്ല, ഒന്നുമില്ല. ഇയാളുടെ മരണം കഴുത്തിനേറ്റ മുറിവ് കാരണമാണ് ഇയാളുടെ മരണം. അങ്ങനെ സംഭവിക്കില്ലല്ലോ. ജയിൽ സെല്ലിൽ കഴുത്തിന് മുറിവ് വെക്കുക, പിന്നെ തീ പിടിക്കുക. അങ്ങനെ പോലീസ് സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അപ്പം ഇത് വേറൊരാളുടെ ബോഡി, ആ മരിച്ച ആളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ ബെസ്റ്റോർ എന്ന് പറയുന്ന കക്ഷി അയാൾക്കൊരു കാമുകയുണ്ടായിരുന്നു. ഷീസ് എ ഡോക്ടർ. അവളൊരു മോർച്ചറിയിൽ നിന്ന് മൃതദേഹം സംഘടിപ്പിച്ചതാണ്. മൃതദേഹം സംഘടിപ്പിച്ച് ആൾക്ക് എത്തിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇതിവിടെ ഇട്ടു, കത്തിക്കുന്നു. ഇയാളെ പിടിക്കുന്ന എവിടെ നിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാൻസാനിയയിലെ ഒരു റിസോർട്ടിൽ ഈ കാമുകിയത്ത് ജീവിക്കുമെന്ന് 11 മാസത്തിന് ശേഷം ആളെ പിടിച്ചു. മറ്റൊരു രാജ്യത്തായിരുന്നു 11 മാസത്തിന് ശേഷം പിടിച്ചു. ഞാൻ പറഞ്ഞാൽ ഈ സമാനമായ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയിട്ട് കൊലപാതകം നടത്തിയിട്ടുള്ള സമാന ബോഡി ഷേപ്പുള്ള ആളുകളെയോ ഒക്കെ കൊന്നിട്ടുള്ള ഒരുപാട് കേസുകൾ നമുക്ക് ഈ ക്രിമിനൽ ഹിസ്റ്ററിയിൽ കാണാൻ പറ്റും.
ഇത് ഏതാണ്ട് കഴിഞ്ഞ വർഷം തെലങ്കാനയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് 7 കോടി ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഇതേമാതിരി കാറിൽ ഇട്ട് കത്തിച്ചു. പക്ഷേ അപ്പോൾ ബെസ്റ്റോർ കേസും സുകുമാരക്കുറുപ്പ് കേസും തമ്മിൽ നല്ല സമാനതകളുണ്ട്. ഒരേ പാറ്റേണിലാണെന്ന് പോകുന്നത്. പക്ഷേ അവർ 11 മാസം കൊണ്ട് പിടിച്ചു ആളെ. മറ്റൊരു രാജ്യത്തെ ഏതോ റിസോർട്ടിൽ കാമുകയായിട്ട് സുഖമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ആളെ പിടിച്ചു. അപ്പോൾ ഇത് നമുക്കറിയാം, നമ്മുടെ ഒരുപാട് സിനിമ ഇറങ്ങിയില്ലേ നമ്മുടെ ദുൽഖറിൻ്റെ സിനിമ, ഗംഭീര സിനിമ, 100 കോടി ക്ലബ്ബിൽ കിടന്ന സിനിമയാണ്. എന്ന് പറഞ്ഞാൽ മലയാളിയുടെ മനസ്സിലതുണ്ട്. അപ്പോൾ പോലീസിനെ, കേരളത്തിലെ പോലീസ് ഫോഴ്സിനെ സംബന്ധിച്ച് അവരുടെ മുമ്പിൽ എന്താണ് തീർന്നു കഴിഞ്ഞിട്ടില്ലാത്തൊരു പണിയാണത്. ഒരു അൺഫിനിഷ്ഡ് ടാസ്ക്കാണ്. ആ ടാസ്ക് റവാർഡ് ഏറ്റെടുക്കുമെന്ന് നോക്കാം. പക്ഷേ അത് കുറുപ്പിനായി ഇനിയും അന്വേഷണം നടത്തുന്നതുകൊണ്ട് കാര്യമുണ്ടോ? അത് പോലീസാണ് പറയേണ്ട കാര്യം. നേരത്തെ ദൗസേ പറഞ്ഞാൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നത് എത്രയോ തലമുറകളുടെ ഉള്ളിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിടിക്കപ്പെടാത്ത ഒരാൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സുകുമാരക്കുറുപ്പ് ഭയങ്കര ഹീറോയിക്കായല്ലോ. എൻറ്റയർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ മുഴുവൻ കബളിപ്പിച്ച് വർഷങ്ങളായി ജീവിക്കാൻ കഴിയുന്ന ഒരാൾ, നീ ആര് സുകുമാരക്കുറുപ്പോ എന്ന് ചോദ്യം ചോദിക്കാൻ കഴിയും വിധത്തിൽ അയാൾ ഹീറോയിക്കായിട്ട് മാറുന്നതല്ല നമ്മൾ കണ്ടത്. അയാളുടെ സിനിമ ഇറങ്ങുന്നത്, സിനിമ ഇറങ്ങുന്നു, ആ സിനിമയിൽ പോലും അയാളുടെ ഒരു സംഗതിയാണ് കാണിക്കുന്നത്. അതാണ് പോലീസിനെ പറ്റിക്കാൻ കഴിയുന്നത്. അത് പോലീസിൻ്റെ ഒരു ആത്മാഭിമാനത്തിൻ്റെയും അവരുടെ എന്താ ഒരു വൈഭവത്തിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലീഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർ നോക്കട്ടെ. ഇപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, 80s ഉള്ള പോലീസ്, നമ്മുടെ പോലീസ് എന്ന് വെച്ചാൽ പൂർണ്ണമായും അങ്ങനെ ഒരു സാങ്കേതിക മികവിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഒന്നും സാധ്യതകൾ ഉപയോഗിക്കാൻ കഴിയുമായിരുന്ന ഒരു പോലീസും അല്ലാന്ന് കാര്യം ഓർക്കണം. ഇപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരാൾക്കൊരു കുറ്റം ചെയ്ത് ഇങ്ങനെ രക്ഷപ്പെട്ട് പോകാൻ പറ്റുമില്ല. പോലീസ് തീരുമാനിച്ചവരെ പിടിക്കും. മൊബൈൽ ഉപയോഗിച്ചിരുന്ന അതാണ് മൊബൈൽ ട്രാക്കിംഗ്, ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ് ഇല്ലാതെ ജീവിക്കാനും സഞ്ചരിക്കാനും കഴിയില്ല ഇന്നത്തെ കാലത്ത്. അറ്റ്ലീസ്റ്റ് CCTV ഉപയോഗിച്ചെങ്കിലും ടക്ക് എന്ന് പിടിക്കാൻ പറ്റും. പോലീസ് തീരുമാനിക്കുന്നില്ല പല കേസിലെയും പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഈ നേഴ്സ് ഇയാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പോലീസിന് കത്തെഴുതുകയാണ്. എന്നാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചിട്ട് ടപ്പെന്ന് പറഞ്ഞാൽ പോലീസിന് വേഗം ചെല്ലുകയും. അന്നത്തെ കാലവും അന്നത്തെ കമ്മ്യൂണിക്കേഷനും അന്വേഷണ സംവിധാനങ്ങൾക്കെല്ലാം ആ നിലയ്ക്കുള്ള പരിമിതി ഉണ്ടായിരുന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഇദ്ദേഹം അങ്ങനെ ഒരു അതിഗംഭീരമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ പറ്റുന്ന കില്ലറൊന്നുമല്ല. ഇപ്പോൾ തന്നെ ഈ ക്രൈം സീനിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതായത് ഒരാളെ കഴുത്ത് ഞെരിച്ച് കൊന്ന ഇയാളുടെ ഉടുപ്പ് വിട്ട് അവിടെ കൊണ്ട് കത്തിച്ച് കളഞ്ഞാൽ പോലീസ് അങ്ങനെയൊക്കെ അന്വേഷിക്കുമായിരിക്കും. അപ്പോൾ അയാളുടെ ശരീരത്തിലൂടെ പെട്രോൾ ഒലിച്ചിറങ്ങിയതിൻ്റെ പാടുകൾ കണ്ടെത്തി. അപ്പോൾ പെട്രോൾ എങ്ങനെയാണ് വെറുതെ കാറ് അകത്തുനിന്ന് കത്തിയാൽ ദേഹത്ത് വരിക എന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. അകത്ത് ശ്വാസകോശത്തിനകത്ത് പുകയില്ല. പെട്ടെന്ന് പോലീസ് കണ്ടെത്തി. പെട്ടെന്ന് ഒരു ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഇത് കൊലപാതകമാണെന്ന് മനസ്സിലായി. എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ബന്ധു പരാതിപ്പെടാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്തെല്ലാം പൊള്ളലുണ്ട്. പോലീസിന് സംശയം തോന്നി പരാതിപ്പെടാൻ ചെന്ന ആളുടെ അടുത്ത്. അപ്പം തന്നെ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അയാൾ കുറ്റം കുറച്ച് കഴിയുമ്പോൾ സമ്മതിക്കുന്നു. അപ്പോൾ അതിന് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ മൈൻഡൊക്കെ ഇതിൻ്റെ പിന്നിൽ പുറത്തും ചോദിച്ചാൽ ഇല്ല. കാശ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള കൊന്നു കത്തിച്ചു, അത്രയേ ഉള്ളൂ. അത്രയും വെൽ പ്ലാൻഡ് അല്ല ആ ക്രൈം നടപ്പിലാക്കുന്നില്ല. എന്ന് മാത്രമല്ല, ദേഹം പൊള്ളിയ ആൾ ഇയാളുടെ വിദേശത്തുണ്ടായിരുന്ന ശത്രുക്കൾ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് പരാതി പറയാൻ വേണ്ടി തന്നെ പറഞ്ഞു വിടുകയാണ്. അവിടെ തന്നെ കേസ് ആദ്യം തന്നെ പൊളിയുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇത് രക്ഷപ്പെട്ട് തന്നെ പോകാൻ പറ്റുന്നതിന് പിന്നിൽ എനിക്ക് തോന്നുന്നു, ഒന്ന് പോലീസിൻ്റെ പലതരത്തിലുള്ള പരിമിതികൾ അതിനകത്തുണ്ട്. രണ്ടാമത്തത് ഈ പറഞ്ഞ എന്തെങ്കിലും സഹായം കിട്ടിയോ എന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. സഹായം സാമ്പത്തികമായി അങ്ങനെ പോലീസിനെയും പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെയും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാൻ അയാളുടെ ഒരുപാട് പൈസ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കത് അറിയില്ല. കാരണം ഇയാൾ തന്നെ ഈ കൊലപാതകം നടത്തുന്നത് തന്നെ പൈസ ഉണ്ടാക്കാനാണല്ലോ. 8 ലക്ഷം രൂപ അടിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഈ പ്ലാൻ ചെയ്ത് നടത്തുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളെന്ന് ചോദിച്ചാലും സംശയമാണ്. പിന്നെ ഈ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഇതിനെക്കുറിച്ച് വരുന്നത് പ്രധാനപ്പെട്ട സംഗതി, സമുദായ ആൻഡ് കാസ്റ്റ് ക്ലാസ് പ്രിവിലേജ് ഇയാൾക്ക് കിട്ടി സുകുമാരക്കുറുപ്പിനെ എന്ന് വിചാരിക്കുന്ന ആളുകൾ, അത് പറയുന്ന ആൾക്കാർ അന്നും ഇന്നും ഉണ്ട്. സോ ആ നിലയ്ക്കുള്ള സഹായം കിട്ടിയോ എന്നൊക്കെയുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. എന്നാലും പോലീസിനെ പോലും വലിയ ടാസ്ക്കാണ്. ഇപ്പം പല രാജ്യങ്ങളിലും ഒരു ഉദാഹരണമുണ്ട്. അതായത് ഇപ്പോൾ 40 വർഷം കഴിഞ്ഞല്ലോ, അമേരിക്കയിലൊരു കേസുണ്ട്, കാലിഫോർണിയയിൽ ഗോൾഡൻ സ്റ്റേറ്റ് കില്ലർ കേസ്. ജോസഫ് ജെയിംസ് ആണ് അയാളുടെ പേര്. 13 പേരെ അയാൾ അബ്യൂസ് ചെയ്യുന്നു, കൊലപ്പെടുത്തുന്നു, അയാളെ അന്വേഷിക്കുന്നു, അയാൾ രക്ഷപ്പെട്ട് കളയുന്നു. 40 വർഷം കഴിഞ്ഞിട്ട് അയാൾ പിടിക്കുന്നു. 40 വർഷം കഴിഞ്ഞാൽ പിടിക്കുന്നത് കുറ്റവാളികളെ തേടിയുള്ള അന്വേഷണ സംവിധാനങ്ങൾ കൂടുതൽ ആധുനികമായി, അയാൾ DNA പരിശോധനകൾ, അയാളുടെ വംശാവലി പരിശോധന, ഇതിനെല്ലാം കൂടുതൽ കഴിയുന്ന ഒരു സാങ്കേതിക പൂർണ്ണതയിലേക്ക് പോലീസ് വരികയും പോലീസ് ആ സാധ്യത ആ ഘട്ടത്തിൽ ഉപയോഗിക്കുകയും ഇയാളെ ട്രേസ് ഔട്ട് ചെയ്യുകയും കണ്ടെത്തുകയും പിടിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ആരെയെല്ലാം പിടിച്ചത്, വീരപ്പനെ പോലും പിടിച്ചില്ലേ? അപ്പോൾ വീരപ്പനെ പിടിക്കാൻ പോലീസിനെ പറ്റുന്നുള്ള ഏറ്റവും വലിയ ചോദ്യം പിടിച്ചല്ലോ. അപ്പോൾ ഇതിനകത്ത് സാങ്കേതികവിദ്യ മുന്നോട്ട് വന്നു. ഇപ്പോൾ ഇദ്ദേഹം ജീവിക്കുന്നുണ്ടെന്ന് കരുതുക. ജീവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിന് ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമില്ല, പറ്റുകയില്ല, ആർക്കും പറ്റുകയില്ല. ഈ കാലത്ത് നിങ്ങൾക്ക് അതില്ലാതെ പറ്റുകയില്ല. അല്ലെ പിന്നെ നിങ്ങൾ അങ്ങനെ ജീവിക്കണം, എല്ലാത്തിൽ നിന്നും വിച്ഛേദിതമായ ഒരു സ്വകാര്യ ജീവിതം നയിക്കണം. നിങ്ങൾക്കൊരു സിറ്റിയായിട്ട് ബന്ധമില്ല, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ID കാർഡുകളില്ല, നിങ്ങൾക്ക് ഫോൺ കോളുകൾ ആരുമായിട്ടും ബന്ധമില്ല, നിങ്ങൾ മനുഷ്യന്മാരെ കാണുന്നില്ല. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിക്കൽ ഇത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടാവണം. ഈ രണ്ട് സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് വേണം
എനിക്ക് തോന്നുന്നു അന്വേഷണം നടത്തേണ്ടത്. ഒന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ ഇപ്പോൾ പോലീസിന് പ്രയാസമൊന്നുമില്ല, അത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള കാട്ടിലോ അല്ലെങ്കിൽ ഗുഹയിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരായിരിക്കണം. അങ്ങനെയൊക്കെ ആയിരിക്കുമോ? മറ്റേ മകളുടെ കല്യാണത്തിന് വന്നു എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വന്നു? അതിനെല്ലാം ട്രാവൽ റെക്കോർഡ്സ് ആൻഡ് ഡേറ്റയൊക്കെ ഇല്ലേ? സോ പോലീസിനെ പിടിക്കാൻ തീരുമാനിച്ചാൽ ഇനിയുള്ള കാലത്തും പോലീസിന് സാധ്യതയുണ്ട്. പക്ഷേ അതൊരു പോലീസ് ഒരു പ്രധാനപ്പെട്ട ദൗത്യമായി എടുക്കണം. ടെക്നോളജിയെ, ഇവരുടെ പുതിയ പരിശോധനാ സംവിധാനങ്ങളെ മുഴുവൻ അതിലേക്ക് പ്രയോജനപ്പെടുത്തണം. നാണക്കേടാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരള പോലീസിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരാൾ ഒറ്റയ്ക്ക് നടത്തിയിട്ടുള്ള ഒരു ഒളിച്ചോട്ടത്തെ പിടിക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ അയാൾ ഭയങ്കര ഒരു ഇപ്പോൾ ഒക്കെ ഇന്ത്യയിൽ പല കേസുകളിലും പിടിക്കപ്പെടുന്ന പോലെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയുള്ള ആളൊന്നും അല്ലല്ലോ. കുറെ ട്രെയിൻഡ് IPS ഓഫീസേഴ്സിനേക്കാൾ ബുദ്ധി ഇയാൾക്കുണ്ടെന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കറ മായ്ക്കാൻ പോലീസിന് കഴിയുമെങ്കിൽ പോലീസ് അത് ചെയ്യട്ടെ എന്ന് ഞാൻ പറയും ഇപ്പോഴും. യെസ്, അപ്പോൾ ഒരു തരിമ്പ് തെളിവ് പോലും അവശേഷിപ്പിക്കാതെ വളരെ ബുദ്ധിപരമായി നടത്തിയ പല കൊലപാതകങ്ങളും പിന്നീട് തെളിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പലതിൻ്റെയും ചുരുളഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ കഴിയാത്തതിന് പിന്നിൽ എന്തെങ്കിലും നിഗൂഢതകൾ ഉണ്ടാകുമോ? അതോ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടാകുമോ? വീണ്ടും കേസ് പുനരന്വേഷിക്കുമോ? എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.